ഇത്രത്തോളം തലയെടുപ്പുള്ള നേതാക്കൾ ബി.ജെ.പിക്ക് ഉണ്ടാകും. അങ്ങനെ ബി.ജെ.പി ഇനിയും നിലനിന്നു പോകും. എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും എ.ബി. വാജ്പേയിയും ഒക്കെ ഇന്നലകളിലെ തലയെടുപ്പുള്ള നേതാക്കളായിരുന്നുവെങ്കിൽ അവരുടെ കാലം കഴിയുമ്പോഴും ബി.ജെ.പിക്ക് വളരാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോർജ് കള്ളിവേൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കോൺഗ്രസിനെയും ബി.ജെ.പിയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കമ്പാരിസൺ തന്നെയാണ് വളരെ പ്രധാനം. കാരണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വേണമെങ്കിൽ തകർച്ച എന്ന് പറയാവുന്ന തരത്തിലേക്ക് ആ പാർട്ടി എത്തിയതും ബി.ജെ.പി ഇപ്പോഴും ഓരോ തവണയും അപ്ഡേറ്റഡായി മാറുന്നതും ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ 9-ാം തീയതി മോദിയുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. അത് കഴിഞ്ഞ ആ ദിവസം തന്നെ 2029 പണി, ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള പണി അവർ ആരംഭിക്കും. അങ്ങനെ അതിന്റെ രീതി. കോൺഗ്രസിനെയും ബി.ജെ.പിയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ വരുന്ന മാറ്റം ഇതാണ്. കാരണം രാജീവ് ഗാന്ധിക്ക് ശേഷം അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവിനെ കോൺഗ്രസിന് സംഭാവന ചെയ്യാൻ സാധിച്ചില്ല. എത്രയോ വർഷങ്ങളായി, 2 പതിറ്റാണ്ടായി രാഹുൽ ഗാന്ധി കടന്നു വന്നു എങ്കിൽ പോലും അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസം ആർജിക്കുന്ന തരത്തിലുള്ള നേതാവ് എന്ന നിലയിൽ എത്രത്തോളം വളർന്നു വരാൻ സാധിച്ചു എന്ന് ചോദ്യമുണ്ട്. സോണിയാഗാന്ധി പലപ്പോഴും നിശബ്ദയായിരുന്നു. അവർ അണിയറയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പശ്ചാത്തലമായിരുന്നു. അങ്ങനെ ഒരാളെ നമ്മുടെ ഈ കൃത്യമായി പറഞ്ഞ പോലെ മോദി ബ്രാൻഡ് എന്ന തരത്തിൽ ഒരു ബ്രാൻഡിനെ സൃഷ്ടിക്കാതിരുന്നതാണോ കോൺഗ്രസിന് സംഭവിച്ച പാളിച്ച? ജോർജ് കള്ളിവേൽ, ബ്രാൻഡ് സൃഷ്ടിക്കുകയല്ല. പലപ്പോഴും ഈ ഷാബു പ്രസാദ് പറഞ്ഞ ഇത്തരം കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാരണം രാഷ്ട്രീയത്തില് ഓരോ നേതാക്കൾ വരുമ്പോൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. എത്ര സംഘടനാ ബലമുണ്ടെങ്കിലും നമ്മൾ കണ്ടതല്ലേ CPM ഒക്കെ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ തകർന്നടിച്ചത്. അവര് വ്യക്തി പാർട്ടിയോ കുടുംബ പാർട്ടിയോ ഒന്നുമല്ല, വ്യക്തി പാർട്ടികൾ. ഇപ്പൊ മോഡിയെ പോലെ ഇത് ഒരു ബി.ജെ.പി ഇപ്പൊ ഒരു വ്യക്തി പാർട്ടി എന്ന് വേണേൽ പറയാം. ഒരു 1-2 വ്യക്തികളുടെ മേധാവിത്വത്തിൽ നടക്കുന്നതും 1-2 കുടുംബങ്ങളുടെ ഒരു കുടുംബത്തിന്റെ മേധാവിത്വത്തിൽ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ നേരിയതാണ്. അത് രണ്ടും ഏതാണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ മാത്രമാണ്. രണ്ടും ഒരുപോലെ ഞാൻ കാണുന്ന ആളാണ് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ. രണ്ടും ഒരുപോലെ അബദ്ധം, തെറ്റാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഈ വലിയ മേധാവിത്വം ഉന്നയിച്ചു വന്നവര് 400 സീറ്റ് മേടിച്ചു വന്ന രാജീവ് ഗാന്ധിക്ക് ശേഷം പിന്നീട് ഉണ്ടായ തകർച്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ബി.ജെ.പി വലിയ തോതിൽ തകർച്ച, വലിയ ഉയർച്ചയും നമുക്കറിയാം. സമാജ്വാദി പാർട്ടിയും BSPയുടെ മായാവതിയും മാത്രം ഉണ്ടായിരുന്ന ഒരു UPയിലേക്ക് ബി.ജെ.പി കടന്നുകയറ്റം നടത്തി. കാരണം അവരുടെ ഒരു തളർച്ചയിലാണ് കടന്നു കയറുന്നത്. ആ ഒരു തകർച്ചയില് കോൺഗ്രസിന്റെ ഒരു തളർച്ചയിൽ ഇപ്പൊ കടന്നു കയറി. അതുകൊണ്ട് എല്ലാ കാലത്തും അങ്ങനെയാണോ നിർബന്ധമില്ല. ഇപ്പൊ CPM തകർന്നു, അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇനി ആജീവനാന്തം അവിടെ ബംഗാൾ ഭരിക്കുമെന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടെയും ഈ 50% എന്നൊക്കെ പറയുന്ന ഈ 50%-ത്തിലേറെ വോട്ടുകൾ നേടി ജയിച്ച ഡൽഹിയിലെ 7 സീറ്റിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടുന്നതാണ് നമ്മൾ കണ്ടത്. 2014-ലും 19-ലും ബി.ജെ.പി തൂത്തുവാരിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരാനുള്ള ആളെ കിട്ടുന്നില്ല, മറ്റു പാർട്ടികൾ ഇല്ലാതായി. അതുകൊണ്ട് ബി.ജെ.പി നിരാശരാകേണ്ട കാര്യമില്ല. അത് ഓരോ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം കൃത്യമായ ഒരു മത ധ്രുവീകരണ ശ്രമങ്ങള് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. ഈ വിജയം ഉണ്ടാകുന്നെങ്കിൽ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അത് എത്ര നിഷേധിച്ചാലും അത് സംഘപരിവാറിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം അതിലാണ് അവർ വിജയം കണ്ടെത്തിയത്. അത് നേരത്തെ കണ്ടതും ഇപ്പൊ കണ്ടതും അങ്ങനെ തന്നെയാണ്. വാരണാസി വന്ന് മത്സരിച്ച് അവിടെ നിന്ന് ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി അവിടെ നിന്ന് ഒരു വോൾക്കൈനെ പൊട്ടുന്നത് പോലെ അത് പൊട്ടിച്ച് വിജയിച്ചു വന്നിരിക്കുകയാണ്. ഞാനത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ വിജയത്തിന് വേണ്ടി അവർ സ്വീകരിച്ചൊരു നയം എന്ന നിലയിൽ ഞാനതിനെ തെറ്റായി കാണുന്നത്. പക്ഷെ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരാണ്. അത് ഇപ്പുറത്ത് കോൺഗ്രസ് ചെയ്ത പ്രീണനങ്ങളെയും ഞാൻ അതുപോലെ അപലപിക്കുകയാണ്. അതായത് ഇതെല്ലാം ഇന്ത്യൻ ജനാധിപത്യത്തിനെ അപകടത്തിലേക്ക് ആക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നടന്നത്. സംശയമല്ല, ഈ 3 ടേമായി ചരിത്രത്തിൽ ഇല്ലാത്ത വിധം 3 ടേമായി അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രധാനമന്ത്രിയും അവരെ പ്രതിരോധിക്കാനായി എല്ലാ സംവിധാനങ്ങളും രാജ്യത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും 1-2 പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്നിക്കുകയാണ്. എന്നിട്ടും തളയ്ക്കാനാകാത്ത പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ജനാധിപത്യമാണല്ലോ. ജനാധിപത്യത്തിൽ വലിയൊരു വിഭാഗത്തിന്റെ വിശ്വാസം ആർജിക്കാൻ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് സാധിക്കുന്നു. ഓരോ തവണയും മത്സരിക്കുമ്പോൾ സീറ്റെണ്ണം കൂടുന്നു, കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുന്നു. അതൊരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അതൊരു കൂട്ടായ സംവിധാനത്തിന്റെ ഭാഗമാണ്. അടിത്തട്ടിൽ പോലും സംവിധാനങ്ങൾ ഒരുക്കി അത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ്. ആ ഒരു തിരിച്ചറിവ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഞാനതിനെ അങ്ങനെ കാണുന്നില്ല.
പ്രധാനമായിട്ടും പ്രതിപക്ഷം എന്ന് പറയുന്നതിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കറിയാം കേന്ദ്ര ഏജൻസികളെ വളരെ വളരെ തുറന്ന രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഭരണകക്ഷി നേതാവിനെതിരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കുറിച്ച് പറഞ്ഞത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അതേ അമിത്ഷായുടെ കാലത്ത് അദ്ദേഹം BJP ചേർന്നപ്പോ കേസില്ല. ഇന്ത്യയിലെ നൂറുകണക്കിന്, ഞാൻ പേരുകൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാ പലതവണ ചർച്ച കിട്ടും ആവർത്തന വിരസതയ്ക്ക്. പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തീർച്ചയായിട്ടും സംശയങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാവുന്ന പോലെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു അവര് നിയമിച്ചുകൊണ്ടിരുന്നതിനെ പാർലമെന്റ് നിയമം കൊണ്ടുവന്നത് അട്ടിമറിച്ചെങ്കിൽ ഇപ്പൊ എന്താ പ്രാക്ടിക്കലി മോദിയും അമിത്ഷായും തീരുമാനിക്കുന്നു. അത് അവരുടെ BJPയുടെ പാർട്ടി കമ്മിറ്റി തീരുമാനിക്കുന്നതിനേക്കാൾ മോശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എവിടെയാണ് വിശ്വാസ്യത? അത് ജനാധിപത്യത്തിന് അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങളാണ്. അതാണ് വ്യക്തികളിലേക്ക് അല്ല കുടുംബത്തിലേക്ക് ഒരുപോലെ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. ഈ അധികാരം കേന്ദ്രീകരിക്കുന്നത് വഴി ഇപ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ അടച്ചിരുത്താൻ പറ്റും. പക്ഷേ ഈ രാജ്യത്ത് ജനങ്ങള് ലോകം കണ്ട ഏറ്റവും ജനാധിപത്യ ബോധമുള്ള മതേതര മൂല്യമുള്ള അല്ലെങ്കിൽ ആ അടിത്തറയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യം വീണ്ടും പുനർജനിക്കും കുറെ കൂടെ ശക്തമായിട്ട്. അതുകൊണ്ട് മോഡി വന്നുകൊണ്ട് ജനാധിപത്യം മുഴുവൻ തകർന്നു, അല്ല ഇന്ത്യ മുഴുവൻ തകർന്നു, മതേതരത്വം മുഴുവൻ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസവും എനിക്കില്ല. അതായത് ഇവിടെ ഇന്ത്യക്കുള്ള ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ അറിയാം. ഇപ്പോൾ നല്ലത് ഇന്ത്യയിൽ കുറച്ചുകൂടെ ഉറച്ചൊരു ഗവൺമെന്റ് ഉണ്ടാവണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു കാണണം. കാരണം ഒരു കൂട്ടുകുഴപ്പൻ അഴകുഴമ്പൻ ഗവൺമെന്റ് വന്ന് ആഴ്ചയിൽ ഗവൺമെന്റുകളും പ്രധാനമന്ത്രിമാരും മാറേണ്ട ഒരു സ്ഥിതിയോടുകൂടി അത് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ഘട്ടത്തിൽ ചോദിച്ചത്. നിങ്ങൾക്ക് 5 വർഷം 5 പ്രധാനമന്ത്രിമാരെയാണോ വേണ്ടത് എന്ന്. വളരെ പ്രസക്തമായ പോയിന്റുകളാണ് ജോർജ് കള്ളിവയൽ പറയുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറുപടി